വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മൊബൈൽ വെളിച്ചത്തിൽ സ്റ്റിച്ചിട്ട സംഭവത്തിൽ വിശദീകരണമായി ആർഎംഒ. ജനറേറ്ററുമായുള്ള സ്വിച്ച് ഓവർ ബട്ടണുണ്ടായ തകരാറാണ് കാരണം. ഡീസലില്ലെന്ന് ജീവനക്കാരൻ പറഞ്ഞ് ഏത് സാഹചര്യത്തിലാണെന്ന് അന്വേഷിക്കും. ആർഎംഒയുടെ പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ കൈമാറി. വെളിച്ചമില്ലാതിരുന്നതിനാൽ മുറിവ് ശരിയായ രീതിയിൽ വൃത്തിയാക്കാൻ പോലും സാധിച്ചില്ല എന്ന് 11-കാരൻ്റെ അമ്മ സുരഭി 24-നോട് പറഞ്ഞു. മൊത്തത്തിൽ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന് പിന്നെ ഡ്രസ്സ് ചെയ്യാനായിട്ട് ചെല്ലണ അവിടെയും കണ്ടില്ല. പിന്നെ മൊബൈൽ വെട്ടത്തിലാണ് ഡ്രസ്സ് ചെയ്തിട്ട് കാഷ്വാലിറ്റി കൊണ്ടുപോയാണ് സ്റ്റിച്ച് ചെയ്തത്. ഡ്രസ്സിങ് റൂമിലായിട്ട് കൊണ്ടുവന്നപ്പം അവിടെ ഫുള്ള് ഇരുട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ എന്താ കറണ്ട് ലൈറ്റ് ഓൺ ആക്കാൻ പറ്റിയില്ലെന്ന് ചോദിച്ചു. പറഞ്ഞു കറണ്ട് ഇല്ല മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ജനറേറ്റർ ഓൺ ആക്കാത്ത, കറണ്ട് ഇല്ലെങ്കിൽ ജനറേറ്റർ വർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അത് അവർക്ക് തോന്നുന്ന പോലെയാണ്. ചിലപ്പോൾ ഡീസലിൻ്റെ പ്രശ്നം കുറച്ച് നേരം ഓണാക്കും, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഡീസലിൻ്റെ കാര്യം പറഞ്ഞാൽ അവർ ഓഫാക്കി വെക്കുമെന്ന്. ഞാനും ചേട്ടനും കൂടി മൊബൈൽ ഫ്ലാഷ് ഓണാക്കി കൊടുത്തിട്ടാണ് ഇവൻ്റെ ഹെയർ കട്ട് ചെയ്തത്, അവിടെ ക്ലീൻ ചെയ്തത്. ടോബി ജോൺസൺ വിവരങ്ങൾ ചെയ്തു. ടോബി, താലൂക്ക് ആശുപത്രി ആണെങ്കിലും അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേവന കേന്ദ്രമാണല്ലോ. അവിടെ വെളിച്ചമില്ലെങ്കിൽ അതിന് വേറെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ കഴിയാതെ മൊബൈൽ ഫോണിൻ്റെ ടോർച്ച് ഓണാക്കി സ്റ്റിച്ചിടുക എന്നൊക്കെ പറയുന്നത് അങ്ങേറ്റം സങ്കടകരമാണ്. എന്താണ് വിശദീകരണം? നടപടി ഉണ്ടാകുമോ ടോബി? എന്തായാലും നിലവിലെ വിശദീകരണം ഒരു പോസ്റ്റ് മാറുന്നതുമായി ബന്ധപ്പെട്ട് ചില പണികൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ജനറേറ്ററുമായി ബന്ധപ്പെട്ടൊരു സ്വിച്ചിന് ചില തകരാറുകൾ സംഭവിച്ചതാണെന്നുള്ള ഒരു വിവരം കൂടി പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു താൽക്കാലിക പ്രശ്നമാണ് നടന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ താൽക്കാലിക പരിഹാരം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും മിനിസ്റ്റർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, മന്ത്രി വി എൻ വാസവൻ. വിഷയം അറിഞ്ഞിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട MLA ഞാൻ ആ വിഷയം സംസാരിച്ചിരുന്നു. MLA ആ വിഷയം വിശദമായി പരിശോധിച്ചു. അവിടെ പോയി തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ വൈക്കം സെക്ഷനിൽ കറണ്ട് രാവിലെ തൊട്ട് പ്രത്യേകമായി അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടാവില്ല എന്ന് അവർ മുൻകൂട്ടി അറിയിച്ചിരുന്നു. അതിന് ബദൽ സംവിധാനം ആശുപത്രിയിലുണ്ടായിരുന്നു. അപ്പോൾ ഡീസൽ ഉൾപ്പെടെ കൊടുത്ത് അവിടെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നുണ്ടായിരുന്നു, പ്രവർത്തിച്ചു വരുന്നു. പക്ഷേ രാത്രിയിൽ ഒരു കുട്ടിക്കുണ്ടായ ചെറിയ അപകടം സ്റ്റിച്ച് ഇടേണ്ടതായി വന്നു. ആ സ്റ്റിച്ച് ഇടേണ്ട സമയത്ത് ടോർച്ച് ലൈറ്റ് തെളിച്ചുകൊണ്ടാണ് ആ സ്റ്റിച്ച് ഇട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ഡീസലുള്ളപ്പോൾ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചത് ചെയ്യാൻ അല്ല, അവർ പറഞ്ഞല്ല, അവരെല്ലല്ലോ അവിടെ ജോലിക്കാർ. അവിടുത്തെ ജോലിക്കാരിൽ നിന്ന് MLA അന്വേഷിച്ചപ്പോൾ MLA സൂചിപ്പിച്ചൊരു കാര്യമാണ്. അത് നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അവിടെ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആരാണോ ഇത് പ്രവർത്തിപ്പിക്കേണ്ടത് അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പരിശോധിക്കുക. അത് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. അത് പരിശോധിച്ച് ഓക്കെ, എന്താണ് ഉണ്ടായത് എന്ന കാര്യം ഉണ്ടാവട്ടെ, പരിശോധിക്കുക. പക്ഷേ ഇപ്പം ടോർച്ച് മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ തല സ്റ്റിച്ചിടുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം സങ്കടകരമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കിയേക്കാവുന്ന ഒന്നാണ്. അതൊന്നും ഉണ്ടാവാതെ ഇരിക്കട്ടെ. ഇതിൽ അന്വേഷണം പരിശോധന നടക്കട്ടെ.